ആദ്യം മദ്രാസിലേക്ക് വന്നത് പാട്ട് പാടാൻ വേണ്ടിയിട്ടാണ്. അന്ന് ശരത്തിൻ്റെ പേര് സുജിത്ത് എന്നായിരുന്നു. അങ്ങനെ ചിലമ്പിലെ താരും തളിരും എന്ന് തുടങ്ങുന്ന പാട്ടിൻ്റെ ട്രാക്ക് പാടാൻ വേണ്ടി വന്നു. ട്രാക്ക് പാടി. അതിനുശേഷം ഞാൻ സുജിത്തിനെ ഒരുപാട് വർഷങ്ങൾ കണ്ടേയില്ല. പിന്നീടാണ് ശരത്തിൻ്റെ ഒരു റെക്കോർഡിങ്ങിന് വയലിൻ വായിക്കാൻ എന്നെ വിളിച്ചു. ക്ഷണക്കത്ത് എന്ന ഒരു സിനിമയിൽ വയലിൻ വായിക്കാൻ ചെല്ലുമ്പോഴാണ് ഇത് ശരത്തല്ല സുജിത്തായിരുന്ന ഇപ്പോഴത്തെ ശരത്താണെന്ന് മനസ്സിലാവുന്നത്. ഇപ്പോൾ രാജകുമാറിൻ്റെ പടങ്ങൾ കഴിഞ്ഞിട്ട് പിന്നെ ആ സമയത്ത് ചെയ്തിട്ടുള്ളത് സിബിയുടെ പടത്തിലാണ്. അതെ അതെ, ആദ്യം ചെയ്തത് സാഗരം സാക്ഷി. ഓക്കെ ഓക്കെ. അവിടാണ് സിബിച്ചേട്ടനെ ഞാൻ ആദ്യം കണ്ടിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പടങ്ങൾ കണ്ടിട്ടുള്ള ഒരു എന്താ പറയുക ആരാധന ഉണ്ടായിരുന്നു മനസ്സിൽ. സിബിച്ചേട്ടൻ വളരെ സോഫ്റ്റായിട്ട് കാര്യങ്ങൾ പറയുന്നതും ഒരു വിധത്തിൽ നമ്മൾ ചൂടായി കണ്ടിട്ടുമില്ല. നമുക്ക് കുറേ എന്താണെങ്കിലും പറയാനും ഒരു സ്നേഹം തോന്നിയിട്ടുള്ള ഒരു സംവിധായകനൊക്കെ അത് വേണമെങ്കിൽ പറയാം. ശരത്ത് പറഞ്ഞ കൂട്ടത്തിൽ സിബിക്കുണ്ടാവില്ല അനുഭവങ്ങൾ പറയാൻ. അപ്പോൾ സിബി എന്താ പറഞ്ഞത് നമുക്ക് കേൾക്കാം. ഒരു ബഹുമുഖ പ്രതിഭയാണ് ശരത്ത്. പ്രത്യേകിച്ചും സംഗീതത്തിൻ്റെ കാര്യത്തിൽ പശ്ചാത്തല സംഗീതം ചെയ്യുന്നതിൽ ശരത്തിനൊരു പ്രത്യേക പ്രാവീണ്യം തന്നെയുണ്ട്. പ്രത്യേകിച്ചും ഓർക്കസ്ട്രേഷൻ്റെ കാര്യത്തിൽ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻസൊക്കെ വളരെ ഏറ്റവും ഔചിത്യപൂർണ്ണമായ ഉപയോഗമാണ് റീ റെക്കോർഡിങ്ങിലൊക്കെ ശരത്ത് നടത്തുന്നത്. ഏതായാലും ഇത്രമാത്രം ശാസ്ത്രീയമായ അടിത്തറയുള്ള കമ്പോസേഴ്സ് ഈ ഒരു തലമുറയിൽ വളരെ ചുരുക്കമാണ്. അതിലേറ്റവും പ്രമുഖ സ്ഥാനം ശരത്തിനുണ്ട്. ഞങ്ങൾ തമ്മിലിടയ്ക്ക് ഫോണിൽ സംസാരിക്കുമ്പോൾ പറയാറുള്ളത് പോലെ തന്നെ നമ്മൾ ഇനിയും കൂടണം, മികച്ച സിനിമകൾ ചെയ്യണം, പാട്ടുകൾ ചെയ്യണം. ഏതായാലും സംസ്ഥാന പുരസ്കാരം നേടിയിരിക്കുന്ന ഈ ഒരു വേളയിൽ എൻ്റെ എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. ഈ സിബിയുടെ സിന്ദൂരരേഖ എന്ന് പറയുന്ന സിനിമ സുരേഷ് ഗോപിയാണ് അതിൽ ഹീറോ ആയിട്ട് അഭിനയിച്ചത്. അപ്പോൾ ഞാൻ ആ സിനിമ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അത്ഭുതമാണ്, സുരേഷ് ഗോപി അന്ന് തോക്കൊക്കെ എടുത്തിട്ട് ഷിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഒരു കച്ചേരിയൊക്കെ പാടുന്ന ഒരു അവതരിപ്പിക്കുന്നത്. എനിക്ക് ഇതേ സംശയം എനിക്കുണ്ടായിരുന്നില്ലേ? ശരി. തമ്പൂരൊക്കെ എടുത്ത് ഇങ്ങനെ പിടിക്കുമെന്ന്, തമ്പൂര് വെച്ച് കൊല്ലുവിടാ നിന്നെ. കാര്യം ഒരിക്കലും നമുക്ക് ഈ അണ്ണാച്ചിയിൽ നിന്ന് ഇങ്ങനൊരു സംഭവം നമുക്ക് പ്രതീക്ഷിക്കാൻ വയ്യാത്തൊരു കാര്യം. ആ സമയത്ത് ചെയ്തിരുന്ന എല്ലാ പടങ്ങളും ഇങ്ങനെ വെടിവെപ്പും ആക്രമണവും ഒക്കെ ആയിരുന്നല്ലോ. ഒരു സംഗീത ബോധം ഉണ്ടല്ലോ തീർച്ചയായിട്ടും. അത് നമ്മൾ പറയാതിരിക്കാൻ വയ്യ. അണ്ണാച്ചിക്ക് എനിക്ക് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം, എന്നെ വിളിച്ചിരുന്നു ഇതിൻ്റെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ. പ്രണതോസ്മി ഗുരുവായൂരേശം എന്നുള്ള പാട്ട് ഷൂട്ടിംഗ് നടക്കുമ്പോൾ കൃത്യമായിട്ട് എനിക്കൊന്ന് കൈ കാണിച്ചു തരണം എന്ന് പറഞ്ഞ് സുരേഷ് അണ്ണാജി എന്നെ വിളിച്ചിട്ട് ഞാൻ അവിടെ പോയിട്ടുണ്ട്. അതുമാത്രമല്ല അദ്ദേഹം പാടുകയും ചെയ്യും. ഈ അടുത്തൊരു ആൽബത്തിൽ അദ്ദേഹം പാടിയിട്ടുണ്ട്. ഇത്രയും കിടന്ന് ഒച്ച വെച്ച് വെടിവെച്ച് നടക്കുന്ന ഒരാൾ അവിടെ വന്നിട്ട് പൂച്ചക്കുട്ടിയെ പോലെ അണ്ണാച്ചി എന്നെ കൊല്ലരുത് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ സംഗീതം എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ ഒരു സീരിയസ്നെസ് മനസ്സിലാക്കി. പിന്നെ തീർച്ചയായിട്ടും അത് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. വളരെ സന്തോഷമുണ്ട് അണ്ണാച്ചിയെ പറ്റി പറയുമ്പോൾ. ഓക്കെ, അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. അണ്ണാച്ചി വീഡിയോയിൽ എന്താണ് പറയുന്നത് എന്നിട്ട് നമുക്ക് തിരിച്ചു. ഹായ് ശരത്. ശ്രീ കമലിനും അമൃത ടി വിയുടെ പ്രേക്ഷകർക്കും എൻ്റെ വിനീത നമസ്കാരം. ശരത് എന്താ പറയേണ്ടത്, നമുക്ക് മലയാള ചലച്ചിത്ര സംഗീതത്തിന് വലിയ മുതൽക്കൂട്ടാണ് എന്ന് എല്ലാവരും പറയുന്ന കാര്യമാണ്. നല്ല ഒരു സംഗീതജ്ഞനാണ്, ഇപ്പോഴും ഒരു വിദ്യാർത്ഥിയാണ് എന്നുള്ളതാണ് ശരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പോഴും ഇങ്ങനെ റീഇൻവെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മ്യൂസിക്. ശരത്ത് ചെയ്തതിലെ ഒരു മോശം പാട്ട് നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ശരത്തിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഖ്യാതി എന്ന് പറയുന്നത്. നല്ല പാട്ടുകളെ ചെയ്യൂ എന്ന് പറയുന്ന നിർബന്ധം. എനിക്ക് ശരത്തുമായിട്ടുള്ള എൻ്റെ ബന്ധം തുടങ്ങുന്നത്, ശരിക്കും പറഞ്ഞാൽ ശക്തമായ ഒരു റിലേഷൻഷിപ്പ് തുടങ്ങുന്നത് സിന്ദൂരരേഖയിലൂടെയാണ്. അന്ന് ആരാധനയോടെ മാത്രമാണ് ഞാൻ ശരത്തിനെ നോക്കിയിരുന്നിട്ടുള്ളത്, കേട്ടിരുന്നിട്ടുള്ളത്. നന്നായി പാടും. ഒരുപാട് നല്ല പാട്ടുകാർ പാടിയ പാട്ടിന് ശരത് തൻ്റേതായ ഒരു വേർഷൻ സംഗീതത്തിലൂടെ തീർച്ചയായിട്ടും പകർന്ന് നൽകിയിട്ടുണ്ട്. ഏറ്റവും അടുത്ത് വിഴികളിൻ അരികിനിൽ വാനം എന്ന് പറയുന്ന പാട്ട് ശരത്തിൻ്റെ വേർഷനിലൂടെ കേട്ടപ്പോഴേക്കും ഇതാകേണ്ടിയിരുന്നോ പാട്ട് എന്ന് തോന്നിപ്പോയി. ഞാൻ ഒരു 4 വരി എൻ്റെ ശരത്തിനോളം ഒന്നും എത്താനൊക്കത്തില്ല.
വിഴികളിനരികിനിൽ വാനം മിகு தொலைவினில் தொலைவினில் தூக்கம் இது 5 புனங்களினேக்கம் என் முதல் அனுபவமோ பெண்ணை சந்தித்தேன் அவள் நட்பை ஆசித்தேன் அவள் பண்பை நேசித்தேன் வேறென்ன நான் சொல்லவோ വേറെന്ന ഞാൻ சொல்லவோ ഈ പാട്ട് ശരത്ത് പാടിയപ്പോൾ എനിക്ക് തോന്നി പാട്ട് ഇങ്ങനെ ആവേണ്ടിയിരുന്നു എന്ന്. ആലാപനം സിന്ദൂരരേഖയിൽ ശരിക്കും ഗുരുവായൂർ അമ്പലത്തിൽ വന്നിരുന്ന് പാടുന്ന പാട്ട് എന്ന നിലയ്ക്ക് രാവിൽ എന്ന് പറയുന്ന ഗാനമാണ് ശരിക്കും ആ സിറ്റുവേഷന് ചൂസ് ചെയ്തിരുന്ന പാട്ട്. സിബി മലയിലും ഞാനും ക്യാമറമാൻ വേണുവും കൂടെ ഇരുന്ന് സംസാരിക്കുന്ന കൂട്ടത്തിലാണ് അങ്ങനെ ഒരു പാട്ട് പോരാ, നമുക്ക് വേറൊരു പാട്ട് ഇതിനു വേണ്ടി കമ്പോസ് ചെയ്യണമെന്ന് പറയുന്നിടത്താണ് ഇതൊരു പ്രണയഗാനമായി മാറ്റുകയും അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഉപയോഗിക്കുന്നതും പ്രണതോസ്മി എന്ന് പറയുന്ന ഗാനം ആ സ്ഥാനത്തേക്ക് കൊണ്ടുവന്ന് ശരത്ത് വീണ്ടും ഒന്നുകൂടി ഫ്രഷായിട്ട് കമ്പോസ് ചെയ്ത് നൽകിയത്. അങ്ങനെയുള്ള ശരത്തിനെ അമൃത സമാഗമത്തിലൂടെ ആദരിക്കുകയാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കേരളക്കരയ്ക്ക് ഈ ആദരം കണ്ട് ശരത്തിനെ ഇനിയും ഒരുപാട് ആരാധിക്കാൻ കഴിയും. വേറൊരു വലിയ ഒരു നന്ദി എനിക്ക് ശരത്തിനോടുള്ളത്, സിനിമയിൽ കന്യാകുമാരി എക്സ്പ്രസ് എന്ന് പറയുന്ന സിനിമയിലേക്ക് 2 പാട്ട് എന്നെ കൊണ്ട് പാടിച്ചു. ഒരു ഗായകനായി ഇന്ന് ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാംസിന് എന്നെ കൊണ്ടുപോയി എനിക്ക് അതുവഴി അന്നം നേടിത്തരുന്നുണ്ടെങ്കിൽ ശരത്ത് തന്നെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്മാനമായി നൽകിയ മഞ്ജുപൂക്കളിൽ എന്ന് പറയുന്ന ഗാനമാണ്. മഞ്ജുപൂക്കളിലാണ് ഒരു ചെറിയ തോതിലുള്ള ഒരു പാട്ടുകാരൻ എന്ന നിലയ്ക്ക് എനിക്ക് വലിയ അനുഗ്രഹം നേടിത്തന്ന ശരത് സംഗീതം. സുരേഷ് എന്നും സംസാരിക്കുമ്പോൾ ആത്മാർത്ഥമായ വാക്കുകൾ, അതിപ്പോൾ ഇവിടെ നമ്മളതാണ് കണ്ടത്.